ഹായ് ഹലോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കഫ്താൻ നൈറ്റി തയ്ക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് എല്ലാവരും വാങ്ങിക്കുന്ന ഒന്നാണല്ലോ കഫ്താൻ നൈറ്റി. അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ തന്നെ സുഖമായിട്ട് തന്നെ തയ്ച്ചെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. കാരണം ഇതിന് പ്രത്യേകിച്ച് സ്റ്റിച്ചിങ് വരുന്നില്ല, കട്ടിങ് ഒന്നും വരുന്നില്ല, ചെറിയ ഓരോ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ നമുക്ക് എങ്ങനെയാണ് മടക്കിയെടുക്കാൻ നോക്കാം. 3 മീറ്റർ നീളമുള്ള ഒരു തുണിയാണിതെന്ന് വിചാരിക്കുക. അതായത് നമ്മൾ നൈറ്റിൻ്റെ ബിറ്റൊക്കെ 3 മീറ്റർ ആണല്ലോ ഉണ്ടാവുക. അത് ഇതേപോലെ എടുത്തിട്ട് 32 ഇഞ്ച് വീതിയായിരിക്കും ഈ ഒരു ഭാഗത്ത് ഉണ്ടാവുക. ഇതിൻ്റെ സെൻറ്റർ നമുക്കൊന്ന് മടക്കി കൊടുക്കാം. അതായത് വീതിനെ നമ്മൾ മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം വീതി മടക്കിയിട്ട് പിന്നുള്ളൂ നമ്മൾ നീളം മടക്കിയെടുക്കാൻ പറ്റുക. പിന്നെ നമ്മളിതിൽ മടക്കി വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നല്ല വശം പുറത്തേക്ക് വരുന്ന രീതിയിലാണ് നമ്മളിത് മടക്കി വെക്കുന്നത്. കാരണം നല്ല വശത്ത് കൂടി നമ്മൾ അടയാളപ്പെടുത്തിയിട്ട് അതിലാണ് നമ്മൾ സ്റ്റിച്ചിട്ട് കൊടുക്കുന്നത് കേട്ടോ സൈഡിലൊക്കെ. അതുകൊണ്ട് നല്ല വശം പുറത്തേക്ക് വരുന്ന രീതിയിൽ നമ്മളിത് മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ നമ്മളൊന്ന് നെക്ക് കട്ട് ചെയ്തിട്ട് താഴെ വശം ഒന്ന് കട്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ കട്ടിങ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ മടക്കിയെടുക്കണം. ആദ്യം ഇതേപോലെ സെൻറ്ററിൽ ഇങ്ങനെ നീളം മടക്കിയിട്ട് പിന്നെ എല്ലാം വീതി മടക്കേണ്ടത്. ആദ്യം നമ്മൾ ഇതിൻ്റെ വീതി കംപ്ലീറ്റ് ഒരു നീളം ഒരു അറ്റം മുതൽ ഒരറ്റം വരെ മടക്കി കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ താഴേക്ക് ഇതിൻ്റെ നീളം ഒന്ന് മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതേപോലെ നമ്മൾ തുണി ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ നെക്കൊന്ന് അടയാളപ്പെടുത്തിയെടുക്കാം. സൈഡിലേക്ക് 3 ഇഞ്ച് വീതി അടയാളപ്പെടുത്തിയിട്ട് 3 ഇഞ്ച് ഇറക്കം ഞാൻ ബാക്ക് നെക്കിൻ്റെ ആദ്യം ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിലൊരു റൗണ്ട് നെക്ക് നമുക്ക് ഇതേപോലെ വരച്ചെടുക്കാം. എന്നിട്ട് ഞാൻ അടയാളപ്പെടുത്തുന്നത് 6 ഇഞ്ച് താഴേക്ക് അടയാളപ്പെടുത്തുന്നത് ഫ്രണ്ട് നെക്കിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അതിൻ്റെയും വിടുത്ത് വരുന്നത് 3 ഇഞ്ച് തന്നെയാണ്. അത് ഞാൻ ചെറിയൊരു വി ഷേപ്പാണ് കൊടുക്കുന്നത്. അതായത് ഒരു റൗണ്ട് ഷേപ്പ് പോലെ ഉള്ള ഒരു വി ഷേപ്പാണ് കൊടുക്കുന്നത്. അപ്പം നമുക്ക് ഈ ഒരു നെക്ക് ആദ്യം കട്ട് ചെയ്തെടുക്കണം. ഇതിൻ്റെ ഷോൾഡറും കാര്യങ്ങളൊന്നും നമ്മൾ കട്ട് ചെയ്യുന്നില്ല കേട്ടോ. ഷോൾഡറൊക്കെ ഇതിൽ ഇങ്ങനെ തന്നെയാണ് വെക്കുന്നുണ്ടാവുക. ഇനി നമ്മൾ ഇതിൻ്റെ ഒരു അടയാളപ്പെടുത്തേണ്ടത് ആദ്യം നമുക്ക് ഇതിൻ്റെ ചെസ്റ്റിൻ്റെ ആ ഒരു ഭാഗത്ത് 12 ഇഞ്ച് നമുക്കൊന്ന് അടയാളപ്പെടുത്തിയെടുക്കാം. ആ 12 ഇഞ്ച് വരുന്ന പോയിന്റിലേക്ക് നമുക്ക് 8 ഇഞ്ച് ഷോൾഡറിൽ നിന്ന് താഴേക്കൊന്ന് അടയാളപ്പെടുത്തിയെടുക്കാം കേട്ടോ. പിന്നെ നമുക്കിതിൻ്റെ കൈയിൻ്റെ താഴെ വശത്ത് ഒരു 7 ഇഞ്ച് നമുക്കൊന്ന് അടയാളപ്പെടുത്തിയെടുക്കാം. എന്നിട്ട് ഇതേപോലെ ഒരു ലൈന് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ഈ ചെസ്റ്റിൻ്റെ അവിടെ വരുന്ന ആ 12 ഇഞ്ച് തന്നെ ഇതിൻ്റെ വേസ്റ്റിൻ്റെ ആ ഒരു ഭാഗത്തും കൊടുക്കണം. അപ്പോൾ വേസ്റ്റ് കണ്ടെത്താൻ വേണ്ടിയിട്ട് 14 ഇഞ്ച് താഴേക്ക് നമുക്ക് ഇതേപോലെ ഒരു പോയിന്റ് വരച്ചു കൊടുത്തിട്ട് ആ 14 ഇഞ്ചിൽ 12 ഇഞ്ച് വേസ്റ്റ് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടോ. നമ്മളിവിടെ ഒന്ന് പട്ട വെച്ചിട്ടാണ് തയ്ക്കുന്നത്. അതല്ലെങ്കിൽ നമുക്ക് ഇലാസ്റ്റിക് യൂസ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള താഴെ വശത്തേക്ക് ഇതേപോലെ ചെരിച്ചിട്ട് കൊണ്ടുപോവാണ്. വേസ്റ്റിൻ്റെ അവിടെ നിന്ന് താഴേക്ക് ചെരിച്ച് കൊണ്ടുപോവാണ് ചെയ്യുന്നത്. താഴെ വശത്ത് ഞാൻ 55 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ആ 55 ഇഞ്ചിൻ്റെ അതുവരെ കൊണ്ടുപോയിട്ട് ആ 55 ഇഞ്ചിൽ നമ്മൾ 1 ഇഞ്ച് വീതി ഇപ്പുറത്തേക്ക് അടയാളപ്പെടുത്തിയിട്ട് ആ 1 ഇഞ്ചിലേക്ക് വേണം നമ്മൾ വേസ്റ്റിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്ന് അടയാളപ്പെടുത്താൻ കേട്ടോ. ഇതേപോലെ 55 ഇഞ്ചിൽ ഞാനൊരു പോയിന്റ് ഇട്ട് കൊടുക്കുകയാണ്. അവിടെ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് 1 ഇഞ്ച് വിട്ടിട്ട്, അതായത് തുണിയുടെ അറ്റത്ത് നിന്ന് 1 ഇഞ്ച് വിട്ടിട്ട് ആ ഒരു പോയിന്റിലേക്ക് നമ്മൾ ആ ഒരു ചെരിച്ചു കൊണ്ടുവരുന്ന ആ ലൈന് എത്തിച്ചു കൊടുക്കുക. ഇതിൽ കൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ പുറം വശത്ത് കൂടെ ഇതിലൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ താഴെ വശം നമുക്കിതൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. 55 ഇഞ്ചിൽ ഞാനൊരു ലൈന് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് സൈഡിൽ 2 ഇഞ്ച് ഒന്ന് കയറ്റിയിട്ട് ഒന്ന് വരച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് താഴേക്ക് നമുക്ക് സ്ലോപ്പ് ചെയ്തിട്ടൊന്ന് വരച്ചിട്ട് അത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതിൻ്റെ തുണിയുടെ വീതി കുറവായതുകൊണ്ടാണ് ഇവിടെ 2 ഇഞ്ച് മാത്രം കട്ട് ചെയ്യുന്നത്. തുണിയുടെ വീതി നല്ല കൂടുതലുള്ള മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കൈയിൻ്റെ ആ ഒരു താഴെവശം വരെ, അതായത് മുക്കാ കൈയും അതിൽ കൂടുതലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു താഴെ വശത്ത് ഒരു 5 ഇഞ്ചോളം കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നന്നായിട്ട് സൈഡിൽ തൂങ്ങി നിൽക്കും. അപ്പം ഇതിന് ആകെ മൊത്തത്തിൽ 32 ഇഞ്ച് വീതി മാത്രമേ വരുന്നുള്ളൂ. ഒരു സൈഡിലേക്ക് 16 ഇഞ്ച് വീതി വരുന്നുള്ളൂ. അതുകൊണ്ട് നമ്മളെ സ്ലീവ് എന്ന് പറയുന്നത് ഹാഫ് സ്ലീവും അല്ല, എന്നാൽ മുക്കാൽ സ്ലീവും അല്ല കേട്ടോ. അതേപോലെയാണ് ഉണ്ടാവുക. അതായത് ഒരു 12 ഇഞ്ച് ഒക്കെ ഇറക്കിയേ നമുക്ക് സ്ലീവിന് കിട്ടുള്ളൂ. അപ്പം ഇതേപോലെ നമുക്ക് ഇതിൻ്റെ അപ്പുറത്തെ വശത്തും ഇതിൻ്റെ ഒരു അതേ അളവന്നെ മെറ്റീരിയലിൽ നിന്ന് ഇങ്ങനെ ഇതേപോലെ മടക്കി പിടിച്ചിട്ടൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇതിൽ കൂടി നമ്മൾ ഈ മുൻവശത്ത് കാണുന്ന പോലെ തന്നെ ആ ലൈന് വരച്ചിട്ട് നമ്മൾ അതിൽ കൂടിയാണ് സ്റ്റിച്ച് പോകേണ്ടത്. അപ്പോൾ അത് അതിൻ്റെ ഉള്ളിലും അതേപോലെ തന്നെ നമുക്കൊന്ന് വരച്ചെടുക്കാം.
ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും കട്ട് ചെയ്തെടുക്കാം. ബാക്ക് നെക്ക് ഞാൻ 2 പീസ് ഒപ്പം വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യുമ്പോൾ ബാക്ക് പീസിൽ തട്ടാതെ മുകളിലേക്ക് പൊക്കി പിടിച്ചിട്ട് വേണം ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാൻ കേട്ടോ. അതല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതേപോലെ ഒന്ന് ബാക്ക് നെക്ക് മടക്കി വെച്ചിട്ട് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുത്താലും മതി. കട്ട് ചെയ്യുന്ന സമയത്ത് രണ്ടും കൂടി ഒപ്പം കട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതിൻ്റെ ഉൾവശത്ത് നമുക്ക് ഇതേപോലെ ഷോൾഡറിൽ നിന്ന് താഴേക്ക് 14 ഇഞ്ചിൽ ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കുക കേട്ടോ. അവിടെ പട്ട വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 14 ഇഞ്ച് അടയാളപ്പെടുത്തുന്നത് വേസ്റ്റിൻ്റെ ആ ഒരു ഭാഗത്തേക്ക്. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ വരുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, സെൻറ്റർ അടയാളപ്പെടുത്തിയിട്ട് സെൻറ്ററിൽ നിന്ന് നമ്മൾ 11.5 ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത്. കാരണം 12 ഇഞ്ചിൽ നമ്മൾ നേരത്തെ പുറത്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത് നമ്മൾ സ്റ്റിച്ച് പോകുന്ന ലൈനാണ് അടയാളപ്പെടുത്തിയത്. അപ്പോൾ ആ സ്റ്റിച്ച് നമ്മളെ പട്ടയിൽ തട്ടാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ 11.5 ഇഞ്ച്, 1/2 ഇഞ്ച് കുറച്ചിട്ട് 11.5 ഇഞ്ചാണ് പട്ടക്കുള്ള ഒരു വിടുത്ത് നമ്മൾ ഇതിൽ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് കേട്ടോ. 2 സൈഡിലേക്കും ഇതേപോലെ 11.5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് നമുക്കതൊന്ന് ലൈൻ ചെയ്തിട്ട് ഇങ്ങനെ വരച്ചെടുക്കാം. ഇതിലൂടെയാണ് നമ്മൾ പട്ട സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. 1/2 ഇഞ്ച് മുകളിലേക്കും 1/2 ഇഞ്ച് താഴേക്കും ഇതേപോലെ ഒരു ലൈന് വരച്ചു കൊടുത്താൽ നമുക്ക് പട്ട സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പമായിരിക്കും. കാരണം ആ ഒരു ലൈനിൽ തന്നെ കറക്റ്റ് ആക്കിയിട്ട് പട്ട വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി. പട്ട സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മുകളിലും താഴെയും മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സൈഡിൽ സ്റ്റിച്ച് വരരുത്. കാരണം അതിൻ്റെ ഉള്ളിലൂടെ നമുക്ക് പട്ട കയറ് വലിച്ചെടുക്കാനുള്ളതാണ്. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇതേപോലെ നമ്മളൊന്ന് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് ഇത് ഇതേപോലെ തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ ഒരു ഭാഗത്തും 14 ഇഞ്ച് താഴേക്ക് അടയാളപ്പെടുത്തി കൊടുക്കുക, ഷോൾഡറിൻ്റെ അവിടുന്ന് താഴേക്ക്. എന്നിട്ട് അതിലും നമ്മൾ ബാക്കിൽ പട്ട വെക്കാനുള്ള ആ ഒരു ഭാഗം ഇപ്പോൾ ചെയ്ത പോലെ തന്നെ 11.5 ഇഞ്ച് സെൻറ്ററിൽ നിന്ന് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ പട്ട വെക്കാനുള്ള ഒരു ഭാഗം അടയാളപ്പെടുത്തിയെടുക്കണം കേട്ടോ. പതിനൊന്നര ഇഞ്ച് കറക്റ്റ് ആക്കിയിട്ട് അടയാളപ്പെടുത്തി കൊടുക്കാം. അതിലിങ്ങനെ ഇതേപോലെ ലൈന് വരച്ചു കൊടുക്കുക. എന്നിട്ട് താഴെയും മുകളിലും ഇതേപോലെ ചെറിയ 2 ലൈനും കൂടി വരച്ചു കൊടുക്കുക, 1/2 ഇഞ്ച് വിട്ടിട്ട് കേട്ടോ. അപ്പം നമുക്ക് അതിൽ പട്ട കറക്റ്റായിട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ഇതിൻ്റെ നെക്കാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഈ നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു മെറ്റീരിയലിൽ നിന്ന് നമുക്ക് അധികം പീസൊന്നും കിട്ടൂല. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് വേറെ മെറ്റീരിയലുകൾ എടുക്കേണ്ടി വരും, ഇതിൽ ജോയിൻ ചെയ്യാനുള്ളതൊക്കെ. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു നെക്ക് ഇതേപോലെ 2ആയിട്ട് മടക്കി വെച്ച് കൊടുക്കുകയാണ്. നിവർത്തി വെച്ചിട്ട് ഇതേപോലെ 2 വശം കൂടി ചേർത്തിട്ട് മടക്കി വെച്ചിട്ട് ഈ നെക്കിന് വേണ്ടിയിട്ട് എടുത്ത പീസും നമ്മൾ ഇതേപോലെ മടക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ അടിവശത്ത് ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് കറക്റ്റാക്കിയിട്ട് ഇങ്ങനെ പിടിച്ചു കൊടുക്കുക കേട്ടോ. ഇങ്ങനെ കറക്റ്റാക്കി വെച്ചിട്ട് നമ്മൾ ആ ഒരു നെക്ക് താഴെ വെച്ചിട്ടുള്ള ആ ഒരു പീസിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതേപോലെ ഒപ്പം ഇങ്ങനെ കറക്റ്റാക്കിയിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾക്ക് ആ ഒരു മെറ്റീരിയലിൽ കഴുത്ത് കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു മെറ്റീരിയലിൻ്റെ നല്ല വശത്ത് ഈ കഴുത്തിൽ നമ്മൾ ഈ കട്ട് ചെയ്തെടുത്ത അതേ പീസ് അതേപോലെ തന്നെ വൃത്തിയിൽ വെച്ച് കൊടുക്കുക കേട്ടോ. അതിൻ്റെ തെല്ല് ഭാഗമൊക്കെ ഒന്ന് ഒപ്പം വെച്ചിട്ട് നമുക്ക് ഇതേപോലെ നെക്കും കട്ട് ചെയ്തത് വെച്ച് കൊടുക്കാം. ഫ്രണ്ടിലേക്ക് വീനെക്കും ബാക്കിലേക്ക് റൗണ്ട് നെക്കും വരുന്ന രീതിയിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് ഇതിൽ കൂടെ 4 ഇഞ്ച് വിട്ടിട്ട് നമുക്കൊരു സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പം നമ്മളിത് 4 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ആ ഒരു പീസിൻ്റെ അറ്റം ഭാഗവും നമ്മൾ ഉള്ളിലേക്ക് ഇതേപോലെ മടക്കിയിട്ടും തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഈ ഒരു സൈഡിൽ കൂടെ ഒക്കെ ഒന്ന് ചെറിയ ഓരോ കട്ടിട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് ഉള്ളിലേക്ക് മറിച്ച് കൊടുക്കാം. ഇതേപോലെ മറിച്ച് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ പതിച്ചിട്ട് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല വൃത്തിയിൽ നമ്മൾ സ്റ്റിച്ച് ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഈ ഒരു 4 ഇഞ്ച് വിട്ടിട്ട് നമ്മൾ പതിച്ചിട്ട് ഇതേപോലെ സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. പിന്നെ ഉള്ളിലേക്ക് വരുന്ന ആ ഒരു പീസ് മുകളിലേക്ക് പോരാതിരിക്കാൻ വേണ്ടി ചെറിയ ചെറിയ ഓരോ പോയിന്റ് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. അല്ലെങ്കിൽ നമ്മൾ സൂചി നൂല് വെച്ചിട്ട് ഒന്ന് ഹെമ്മിങ് ചെയ്തെടുത്താലും മതി. ഞാനിപ്പോൾ മെഷീൻ വെച്ചിട്ട് തന്നെ ചെറിയൊരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. പിന്നെ നമ്മളിതിൻ്റെ പട്ട വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അടുത്തതായിട്ട്. അപ്പോൾ നമുക്ക് പട്ട വെച്ച് കൊടുക്കുന്നതിന് മുമ്പ് ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ ഒരു ഫ്രണ്ട് നെക്ക് ഉണ്ടല്ലോ, ഫ്രണ്ട് നെക്ക് വരുന്ന ആ ഭാഗത്ത് ഫ്രണ്ടിൽ കറക്റ്റ് സെൻറ്ററിലായിട്ട് ഈ പട്ട വരുന്ന കറക്റ്റ് സെൻറ്ററിൽ നമുക്ക് ഈ ഒരു കയറ് കയറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം അതിൻ്റെ സെൻറ്ററിൽ നമുക്കൊരു ഓപ്പൺ ഇട്ട് കൊടുക്കണം.
ഇവിടെ ഒരു ഓപ്പൺ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കണം. ഫ്രണ്ടിലത്തെ പട്ടയിൽ മാത്രമാണ് കേട്ടോ ഈ ഒരു ഹോൾ ഇട്ട് കൊടുക്കുന്നത്. ബാക്കിലൊന്നും തട്ടാതെ ശ്രദ്ധിക്കണം കട്ട് ചെയ്യുമ്പോൾ. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കയറ് ഇതേപോലെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ഹോള്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഈ പട്ട വെച്ചിട്ട് ഇതിൻ്റെ രണ്ട് സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ പട്ട വെക്കാൻ ഉണ്ടാന്നുള്ളവർക്ക് ഇതേപോലെ ഇലാസ്റ്റിക് എടുത്തിട്ട്, ഇപ്പം നമ്മൾ 12 ഇഞ്ച് വീതിയിലാണല്ലോ അവിടെ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷെ നമ്മൾ കറക്റ്റ് അളവിൽ നമ്മൾ കുറച്ച് നമ്മളെ വേസ്റ്റിൻ്റെ ആ ഒരു കറക്റ്റ് അളവുണ്ടാവുമല്ലോ, ആ ഒരു അളവിൻ്റെ പകുതി എത്രയാണോ ആ അളവിൽ നമ്മൾ ഇലാസ്റ്റിക് കട്ട് ചെയ്തിട്ട് അവിടെ ഇത് വലിച്ചു പിടിച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും പട്ട വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഫ്രണ്ടിലും ബാക്കിലും പട്ട വെച്ചിട്ടുണ്ട്. ഇതേപോലെ ഈ ഒരു ഭാഗത്ത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല, കാരണം അവിടെ നമുക്ക് ഇതിൻ്റെ കയർ ഇട്ട് കൊടുക്കാനുള്ള ഹോള് വേണം. ഇനി നമ്മൾ ഏറ്റവും ലാസ്റ്റ് ഇതിൻ്റെ ഈ ഒരു മെറ്റീരിയൽ കംപ്ലീറ്റ് ഇതേപോലെ നേരെ നിവർത്തിയിട്ട് രണ്ട് വശം ഒപ്പം വരുന്ന രീതിയിൽ മടക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ താഴെ വശം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ആദ്യം സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു സൈഡിൽ ഇതേപോലെ ഒപ്പം വെച്ചിട്ട് ഇതേപോലെ ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, നമ്മൾ ആദ്യം വരച്ചു കൊടുത്ത ആ ലൈന്, ആ രണ്ട് ലൈനിലൂടെയും നമ്മൾ മുകളിലൂടെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക കേട്ടോ. ആദ്യം അടിവശം മടക്കി തയ്ക്കുക, എന്നിട്ട് നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അപ്പം അതേപോലെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്കിതിൽ ഇതിൻ്റെ കയറൊന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ ഈ ഒരു സ്റ്റിച്ച് വരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ പട്ടയിൽ തട്ടാതെ വേണം സ്റ്റിച്ച് ഇട്ട് കൊടുക്കാൻ. ആ ഒരു പട്ടൻ്റെ കുറച്ച് ഇപ്പുറത്തുകൂടെ വേണം നമ്മൾ ലൈന് പോകാൻ കേട്ടോ. അത് നമ്മൾ അടയാളപ്പെടുത്തുമ്പോൾ സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്കിതിന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ, ഞാൻ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പട്ട എൻ്റെ ഉള്ളിലൂടെ കയറിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇട്ട ഹോൾ ഉണ്ടല്ലോ, ആ ഹോളിൽ നമ്മൾ പിന്നെ ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ റൗണ്ടിൽ എല്ലാ ഭാഗത്തൊന്നും സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഒന്ന് സൂചി നൂല് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിലൂടെ നമുക്ക് കയറ് ഒന്നിട്ട് കൊടുക്കാം. കയറിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതേപോലെ ഫ്രണ്ടിൽ നിന്ന് കയറിട്ട് തുടങ്ങിയിട്ട് സൈഡിൽ എത്തുന്ന ടൈമിൽ നമ്മൾ അതിൻ്റെ ഉൾവശം ഒന്ന് മറിച്ച് പിടിച്ചിട്ട് നോക്കുക. അപ്പം നമ്മളത് കണ്ടോ, ഒരു പട്ട ഫ്രണ്ടിലത്തെ പട്ടേൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ബാക്കിലത്തെ പട്ടൻ്റെ ആ ഒരു ഹോളിലേക്ക് നമ്മൾ ഈ ഒരു കയറ് വലിച്ചിട്ട് ഇതേപോലെ ഇട്ട് കൊടുക്കുക. ഇപ്പം നമ്മൾ ബാക്കിലത്തെ പട്ടയിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇതേപോലെ കംപ്ലീറ്റ് ബാക്കിലത്തെ പട്ടയിലൂടെ കംപ്ലീറ്റ് ഇതിങ്ങനെ ഇട്ട് വന്നിട്ട് പിന്നെ നമ്മൾ ഫ്രണ്ടിലത്തെ ആ ഒരു പട്ടൻ്റെ അവിടെ എത്തുമ്പോൾ ഇതേപോലെ മറ്റേ പട്ടയിൽ നിന്ന് ഈ പട്ടയിലേക്ക് ഇതേപോലെ കയറൊന്ന് ഇട്ട് കൊടുക്കട്ടെ. അത് ഉള്ളിലൂടെ നമ്മൾ നോക്കിയിട്ട് വേണം ചെയ്യാൻ. എന്നിട്ട് ഇതേപോലെ നമ്മൾ കറക്റ്റ് ഫ്രണ്ടിൽ സെൻറ്ററിലൂടെ തന്നെ നമ്മൾ ഈ ഒരു കയറെടുക്കുക. അപ്പോൾ നമ്മളിതിൻ്റെ കയറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ലൂസൊക്കെ എത്ര വേണേലും അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് ഇതേപോലെ വീതി കൂട്ടും കുറക്കൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മളെ കഫ്താൻ്റെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത്ര പണിയുള്ളൂ ഈ ഒരു കഫ്താൻ നൈറ്റി തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട്. തുടക്കത്തിൽ തയ്ച്ചെടുക്കുന്ന ആളുകളാണെങ്കിൽ പോലും നമുക്ക് നല്ല വൃത്തിയിൽ തയ്ച്ചെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. കാരണം ഇതിന് പ്രത്യേകിച്ച് കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നെക്ക് ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുക, താഴെവശം ഒന്ന് കട്ട് ചെയ്തെടുക്കുക, അതൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ ഇതിന് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ സൈഡിൽ രണ്ട് വശവും നമ്മൾ ഇതേപോലെ മുകളിലൂടെ സ്റ്റിച്ച് ഇട്ട് കൊടുത്താൽ കഫ്താൻ ഡ്രസ്സ് റെഡി ആയിട്ടോ. അപ്പോൾ നല്ല അടിപൊളി സ്റ്റിച്ചിങ് വീഡിയോക്ക് വേണ്ടിയിട്ട് നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളെ ഫാമിലിയിലും ഫ്രണ്ട്സിലൊക്കെ തയ്ക്കാൻ നല്ല താല്പര്യമുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.